മന്ത് ഓഫ് പ്രയറിൻ്റെ 27-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 26 ദിവസങ്ങൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും ദേശത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ കർത്താവ് നമുക്ക് അവസരം നൽകി. കഴിഞ്ഞ 26 ദിവസങ്ങളും പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തമായ സന്ദേശങ്ങൾ, വേദഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാനും അത് ഗ്രഹിക്കുവാനും നമുക്ക് സാധിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതമായ ഒരു വേദഭാഗം. ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭ വലിയൊരു പ്രതിസന്ധി അനുഭവിച്ചപ്പോൾ, യാക്കോബിനെ കൊന്നുകളഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് വളരെ സന്തോഷമാണ് എന്ന് മനസ്സിലാക്കി പത്രോസിനെയും അവർ പിടിച്ചു, ജയിലിലാക്കി, കാവൽ നിർത്തിയിരിക്കുകയാണ്, കാരാഗ്രഹത്തിലാക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് സഭ ശ്രദ്ധയോട് കൂടെ പ്രാർത്ഥിച്ചു. അവർ രാത്രി ഉറങ്ങിയില്ല. സഭ ഐക്യമത്യപ്പെട്ട് ദൈവസന്നിധിയിൽ പത്രോസിൻ്റെ വിടുതലിനു വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയുടെ മറുപടി ആ കാരാഗ്രഹത്തിൽ ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടു. അടുത്ത ദിവസം പത്രോസിനെയും കൊന്നുകളയുവാനുള്ള പദ്ധതികളാണ് ഹെരോദാവ് ആവിഷ്കരിച്ചത്. എന്നാൽ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വലിയ നിലയിൽ അത് അത്ഭുതമായിട്ട് വെളിപ്പെട്ടു. എന്താണ് അത്ഭുതം? ദൈവസഭ ഒരു വശത്ത് പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥനയുടെ മറുപടി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. കാവൽ ചെയ്തുകൊണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസിൻ്റെ കയ്യിലെ ചങ്ങലകൾ താനെ വീണു, ആമം മാറി, അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറക്കപ്പെട്ടു. 1-ാം വാതിലും 2-ാം വാതിലുകളുമൊക്കെ പത്രോസിൻ്റെ മുമ്പിൽ തുറന്നു വരികയാണ്. ഒരു അത്ഭുതമെന്ന വണ്ണം ഒരു ദൂതൻ പത്രോസിനെ നയിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ പത്രോസ് അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ജനത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകയാണ്. ഈ മുട്ടുന്ന സമയത്ത് പത്രോസിൻ്റെ ശബ്ദം കേട്ട് ഒരു ബാലിക്കാരത്തി വരികയാണ്. അവൾക്ക് മനസ്സിലായി ഇത് പത്രോസാണ്. അകത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ വാതിലിലുണ്ട്. പത്രോസ് വന്നിരിക്കുന്നു. പക്ഷെ ആരും വിശ്വസിച്ചില്ല. പ്രാർത്ഥിച്ച ജനം ഐക്യമത്യത്തോടാണ് പ്രാർത്ഥിച്ചതെങ്കിലും ഇത്രയും പെട്ടെന്ന് ഒരു വിടുതലുണ്ടാകുമെന്ന് അവരാരും തന്നെ പ്രതീക്ഷിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഐക്യതയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ആമേൻ, എല്ലാം തീർന്നു, എല്ലാം തകർന്നു, ഇനി മുൻപോട്ട് പോകാൻ സാധ്യമല്ല, ഇനി നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, എല്ലാം അവസാനിച്ചുവെന്ന് ലോകം മുഴുവനും വിധി പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനു വേണ്ടി ദൈവം തൻ്റെ പ്രവൃത്തിയെ അയക്കുവാൻ തുടങ്ങും. സഭയ്ക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കാൻ തുടങ്ങും. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവത്തിൻ്റെ മുൻപിൽ, പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഒരാൾക്ക് പോലും നിൽക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ആ വസ്തുത നമ്മൾ തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഈ 2025 അവസാന നിമിഷങ്ങളിൽ ഈ വചനം നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ ആമൻ, ഒന്ന് വിശ്വസിക്കുക. 2025 നിങ്ങൾ പ്രാർത്ഥിച്ച ഈ അവസാന നിമിഷങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച എന്തേ മറുപടി ഇല്ലാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ച ഒരു വിഷയം നിങ്ങൾക്ക് കണ്ടേക്കാം. പക്ഷേ മുട്ടിന്മേലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി നിനക്ക്
നിങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കുവാൻ ആളുകൾ കാണില്ലായിരിക്കാം. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും കാണത്തില്ലായിരിക്കാം. എന്നാൽ പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദൈവമുണ്ട്. ഒന്ന് വിശ്വസിച്ചേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. നിന്നെ സഹായിക്കാൻ മറ്റാരും കാണത്തില്ലായിരിക്കാം. നിനക്കാകെ ചെയ്യാൻ കഴിയുന്നത് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുക മാത്രമായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന മുടക്കണ്ട, പ്രാർത്ഥന കുറയണ്ട. പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കാൻ, പിന്നെയും പിന്നെയും കരയാൻ ആര് തയ്യാറാകുന്നോ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവം അത്ഭുതം ചെയ്യാൻ തുടങ്ങും. ഈ പ്രാർത്ഥനാ മാസത്തിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഉപവാസത്തോടെ പ്രാർത്ഥിച്ചവരുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവരുണ്ട്. ആമേൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ പ്രാർത്ഥനകളൊന്നും വെറുതെയല്ല. ആ പ്രാർത്ഥനകളെല്ലാം അത്ഭുതകരമായ വിടുതലാക്കി ദൈവം മാറ്റും. റിസൾട്ടുകളാക്കി ദൈവം നമ്മുടെ കരങ്ങളിൽ തീരും. എല്ലാം തീർന്നു, ശുശ്രൂഷ തീർന്നു, മരണം മാത്രം മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പത്രോസേ, ആമേൻ, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. നിനക്കിനി മുൻപോട്ട് പോകാനുണ്ട്. എത്രമാത്രം വെല്ലുവിളികൾ ശുശ്രൂഷ രംഗങ്ങളിൽ നിനക്കുണ്ടാകട്ടെ, എന്നാൽ അതിനപ്പുറമായി നിന്റെ ശുശ്രൂഷകളെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്ന, പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ശുശ്രൂഷ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ, ആമേൻ, നിങ്ങളുടെ ശുശ്രൂഷ തീർന്നിട്ടില്ല. ശുശ്രൂഷ തീർന്നിട്ടില്ല. നിനക്കിനി മുൻപോട്ട് പോകാനുണ്ട്. ചില വെല്ലുവിളികളുടെ നടുവിൽ ഭീരുക്കളായി പോകണ്ട. ആമൻ, നിനക്കിനി മുൻപോട്ട് പോകാനുണ്ട്. ആമൻ. ചില വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന സഹോദരി, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുവാൻ തുടങ്ങും. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ, ഇതൊരു ചെറിയ ചിന്തയാണ്. ആ വചനം നിങ്ങൾ വായിക്കുക, ആമേൻ, ധ്യാനിക്കുക. ആമേൻ. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഈ ഒരു വർഷം, ഈ വരുന്ന പുതിയ വർഷം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനത്തെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വചനത്തിലൂടെയുള്ള അത്ഭുതത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവേ എന്ന് നമുക്കൊരു നിമിഷം പറയാം. സ്വർഗത്തിലെ അപ്പച്ച, ഈ വചനം കേൾക്കുന്ന ഓരോ ആളുകളും ഈ വചനത്തിൻ്റെ അത്ഭുതം അവരനുഭവിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you.